എന്നുവെച്ചാൽ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് കുറേ പ്രൈവറ്റ് വണ്ടികൾ പോകുന്നു, ചാണ്ടിഗഡിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ പോകുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞത് അൺഫോഴ്സിൻ സർക്കംസ്റ്റാൻസിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഇവിടെ അങ്ങനെ സംഭവിക്കാനുള്ള പ്രോബിലിറ്റി കുറച്ച് കൂടുതലാണ്. നമ്മളൊരു ഓഫ് ബീറ്റ് ലൊക്കേഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര കൂടുതലാണ്. 100% ആൾക്കാർക്ക് അത് പറ്റുന്നതായിരിക്കില്ല, കാരണം വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ ഒരു ലേ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ട്രിപ്പ് എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ വാട്ട് ഓൾ ആർ ദ ചാലഞ്ചസ് എന്നുള്ളതൊക്കെ കൂടെ ഒന്ന് ഒരു സമ്മറൈസ്ഡ് വീഡിയോ. സോ യാ, ലെറ്റ്സ് ബിഗിൻ. ശരി, ആദ്യത്തെ തന്നെ ചോദിച്ചത് നമ്മളിപ്പോൾ രണ്ടാമത്തെ തവണയാണല്ലോ ലേയിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചത് വരുന്നത്. എന്താണ് 2 തവണ ലേയിലേക്ക് വീണ്ടും വീണ്ടും വരാനുള്ള പ്രചോദനം? ഓക്കെ, ഒന്ന് ഇവിടുത്തെ ടെറൈൻ മൊത്തത്തിൽ ബാക്കിൽ കാണാമല്ലോ. ഇങ്ങനത്തെ ഒരു വെച്ചാൽ ഓരോ സമയത്തും ഓരോരോ ഇതുള്ള ടെറൈനാണ്. അല്ലെങ്കിൽ രാവിലെ ഒരു ഇതായിരിക്കും, വൈകിട്ട് അതും ഓരോ സീസണിലും ഡിഫറൻസ് വരും. ആൻഡ് സീസണിൽ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതും ഏകദേശം ഈ ടൈമിൽ തന്നെയാണ്. പക്ഷേ ലൈക്ക് ആ ഒരു ബ്യൂട്ടി കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടേയിരിക്കും. അത് നേച്ചറിൻ്റെ ഒരു ഇതാണ്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്കൊരു പുതുമയുണ്ട്. ലൈക്ക് ആ ഒരു പിന്നെ നമ്മൾ എസ്പെഷ്യലി നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ ഇത്ര ഹൈ റൈസ് മൗണ്ടൻസും മറ്റൊന്നും അല്ല നമ്മൾ സ്ഥിരം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും അതിൻ്റെ ഒരു വൈഡ്നെസ്സും ആണ് മെയിനായിട്ട് ഉള്ള അട്രാക്ഷൻ. ആൻഡ് അതൊരു നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ആണെങ്കിലും നമുക്കത് ഡിഫറൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഒരിക്കലും ഒരു ബോറടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിങ്ങേ ഇതുവരെ തോന്നിയിട്ടില്ല. ആൻഡ് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരാണെങ്കിലും യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ട്രിപ്പിനിടയ്ക്ക് കണ്ട ആൾക്കാരാണെങ്കിലും 2, 3, 4 പ്രാവശ്യമൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. സോ ദർ ഇസ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ്സ് റിയലി വർത്ത് ഇനഫ്. അതുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അത് വേറൊരു കാര്യം. ഇപ്പോൾ ടെറൈൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ട് എങ്ങനത്തെ റോഡ്സാണ് നമുക്ക് ഈ സർക്യൂട്ട്സ് അല്ലെങ്കിൽ അവിടുത്തെ ഈ ഏരിയയിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന റോഡ് ഇപ്പം നമ്മൾ ആക്ച്വലി എല്ലാ ലഡാക്ക് ആക്ച്വലി ഒരു ഭയങ്കര വലിയ ഏരിയ ആണ്. നമ്മൾ അതിനകത്ത് ഒരു അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സൻസ്കാർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ ചാലഞ്ചസ് എന്താണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഒബ്വിയസ്ലി, മോസ്റ്റ് പ്രോബ്ലി. എന്നാലും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കുറച്ച് ഓഫ് റോഡ് ഒബ്വിയസ്ലി ഉണ്ടാവും. കുറച്ചുകൂടെ റോ റോഡ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ലാസ്റ്റ് ടൈം വന്ന എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇപ്പം ഇവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത റോഡ്സ് ആണ് മോസ്റ്റ് പ്രോബ്ലി. അവർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. സോ റോഡ്സ് മോസ്റ്റ്ലി ടാർമാക്ക് ആയിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒബ്വിയസ്ലി കുറച്ചൊക്കെ പൊളിഞ്ഞ്, കാരണം എല്ലായിടവും തന്നെ മൗണ്ടൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒക്കേഷണലി സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൻ്റെ കണ്ടീഷനും ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും അവരിലാവുന്ന രീതിയിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ റോഡ്സും കോമൺ ആയിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഒക്കെ തന്നെ അവർ അത്യാവശ്യം നല്ല റോഡ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതിനകത്ത് എക്സ്പാൻഡിങ്ങും ആണ്, വളരെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതൊരു കാര്യം. പിന്നെ അതല്ലാതെ തന്നെ നമുക്കിതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ പ്ലേസസ് ഉണ്ട് എല്ലാവരും പോകുന്നത്. അതല്ലാതെ ഇപ്പം നമ്മളൊരു ഓഫ് ബീറ്റ് ലൊക്കേഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര കൂടുതലാണ്. ലൈക്ക് ഈവൻ ഒരാൾ പോലും ഇല്ലാത്ത ഒരു ടൈപ്പ് റോഡ്, അങ്ങനത്തെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത, അപ്പോൾ അങ്ങനത്തെ റോഡ്സും ഉണ്ട്. അത് വേറൊരു ചാലഞ്ചാണ്, വേറൊരു അഡിഷണൽ റഷാണ് അതിന്. അപ്പോൾ അങ്ങനെ എല്ലാ തരക്കാർക്കും പറ്റിയ റോഡ്സ് ഉണ്ട്. ഈവൻ ഫാമിലിക്കൊക്കെ ആണെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ പാങ്കോങ് ഒക്കെയാണ് അത്യാവശ്യം ഭയങ്കര ഒരു എന്താ പറയുക ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള റൂട്ടുണ്ട്. പിന്നെ അത് പാങ്കോങ്ങിൽ നിന്ന് തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം പോയ ചിഷുൾ എന്ന് പറഞ്ഞ റൂട്ട് ഉണ്ടായിരുന്നു. അത് തന്നെ 2 റൂട്ടുണ്ട്. ഒന്ന് താരട്ട് റൂട്ടുണ്ട്, അല്ലാതെ കംപ്ലീറ്റ്ലി ഓഫ് റോഡായ പാങ്കോങ്ങിലേക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്ന റൂട്ടുണ്ട്. സോ അതാ പറയുക, ഡിപ്പെൻസ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ, വാട്ട് കൈൻഡ് ഓഫ് അഡ്വഞ്ചർ യൂസ് ടു ഹാവ്. സോ എല്ലാ തരക്കാർക്കും പറ്റിയ റോഡ്സ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി ഒരു ഓഫ് റോഡ് വെഹിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാവിങ് സെഡ് ദാറ്റ്, അത് മാത്രം അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് ഏതൊക്കെ സ്കൂട്ടറിൽ ലാസ്റ്റ് ടൈം നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു പുള്ളി ടെൻ്റൊക്കെ എടുത്ത് സ്കൂട്ടറിൽ വന്നിട്ടുണ്ട്. സോ അപ്പം ഏത് വണ്ടി എന്നുള്ളത് ആക്ച്വലി അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു നമ്മുടെ ഡിറ്റർമിനേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി. പിന്നെ ഒബ്വിയസ്ലി ബ്രേക്സ് ഒക്കെ കൂടുതൽ എടുക്കേണ്ടി വരും, ടയറിംഗ് ആയിരിക്കും കുറച്ചുകൂടെ, അതൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ ഒബ്വിയസ്ലി കുറച്ചുകൂടെ ലക്ഷറിയസ് ആയ വണ്ടി വരുമ്പോൾ അതിൻ്റെതായ ഒരു കംഫർട്ട് ഉണ്ടാവും. പക്ഷേ ഏത് വണ്ടിയിൽ വേണേൽ വരാം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് ആയിട്ട് വണ്ടി അത്യാവശ്യം കണ്ടീഷൻ ആയിരിക്കണം. പിന്നെ കുറച്ച് ബേസിക് ടൂൾസും ബേസിക് വർക്കിംഗ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ എവിടെയും സ്റ്റക്കായി പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വരുന്നത്. നമ്മുടെ റൈഡറിൻ്റെ ഒരു റൈഡിങ് സ്കിൽസും വണ്ടിയുടെ കപ്പാസിറ്റിയും ഒന്നും അധികം മാറ്റർ ചെയ്യില്ല. ഇല്ല, ഒരു പരിധി വരെ മാറ്റർ ചെയ്യില്ല. എന്ന് വെച്ച് റെസ്പോൺസിബിൾ ആയിട്ട് റൈഡ് ചെയ്യണം. ഒബ്വിയസ്ലി നമുക്ക് വെച്ചാൽ എന്താ പറയുക, ഇപ്പം
നമ്മുടെ നാട്ടിലും കൊടൈക്കനാൽ മൂന്നാർ എന്നുള്ള ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ട്, പക്ഷേ അവിടുത്തെ ഒരു സ്കെയിൽ അല്ല ഇവിടെ. ലൈക്ക് ദ ഹൈറ്റ് ഇസ് ടു ഹൈ. മാത്രമല്ല റോഡ്സ് ആണെങ്കിലും കുറച്ചുകൂടെ ചെറുതാണ്. പിന്നെ ലാൻഡ് സ്ലൈഡ്സ് പറഞ്ഞ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരാം. അപ്പോൾ എന്താ പറയുക, പിന്നെ കുറേ ലോറീസ് ഒക്കെ പോകുന്ന റൂട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സേഫായിട്ട് തന്നെ ഓടിക്കണം. റെസ്പോൺസിബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഐ വിൽ സെഡ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി. ആൻഡ് ഈവൻ നമ്മളിപ്പോൾ കണ്ടതിനകത്താണെങ്കിലും 50-60 വയസ്സുള്ള ആൾക്കാർ, ഇവർ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടതൊരു എനിക്ക് തോന്നുന്നൊരു 70 വയസ്സായ കപ്പിളോ അങ്ങനെ എന്തോ ആൾക്കാരും വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ചാലഞ്ചസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഓക്സിജൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കുറച്ച്. അതിനും പക്ഷേ സൊല്യൂഷൻസ് ഉണ്ട്. AMS അടിക്കാൻ ചാൻസ് ഉണ്ട്. അക്യൂട്ട് മൗണ്ടൻ സിക്നസ് ആണ്. അപ്പോൾ അതിനും അതും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഡയമോക്സ് എന്ന് പറഞ്ഞ മെഡിസിൻസ് അങ്ങനത്തെയൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുക. പിന്നെ ഒത്തിരി ഫിസിക്കലി എക്സേർട്ട് ചെയ്യാതിരിക്കുക, കുറച്ച് ബ്രേക്ക് എടുത്ത് തന്നെ പോവുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ആയിട്ട് ട്രാവൽ ചെയ്ത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ്. അപ്പോൾ ഏത് ഒരു വർഷത്തിൽ ഏത് സമയമാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിന്? ഓരോ ടൈമിലും എന്തൊക്കെയാണ് ഈ എന്താ പറയുക അവിടുത്തെ സ്ഥലങ്ങളിൽ വരുന്ന മാറ്റുകയാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള സമയത്താണ് അങ്ങനെ നിൽക്കുക? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് ഇപ്പോൾ വിൻ്ററിൽ നമ്മൾ വന്നിട്ടില്ല. വിൻ്ററിൽ വരാൻ പറ്റും. ആക്ച്വലി ഫ്ലൈറ്റ് റോഡ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി. എസ്പെഷ്യലി ഈ മണാലി റൂട്ട് ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു മറ്റേ ശ്രീനഗർ റൂട്ട് ക്ലോസ്ഡ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഫ്ലൈറ്റ് വഴി വരാൻ പറ്റും, അതൊരു ഓപ്ഷനാണ്. ആ സമയത്തും ഒരു പ്രത്യേക ലൈക്ക് ആൾക്കാർ ഉറപ്പായിട്ടും വിൻ്ററിൽ വേറൊരു വൈബാണ്, ഫുൾ വൈറ്റ് ആയിരിക്കും. അത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയത്ത് റോഡ് ട്രിപ്സ് അത്ര എനിക്ക് അറിയാറില്ല എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം തണുപ്പ് പേഴ്സണലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓടിക്കാനുള്ളൊരു കോൺഫിഡൻസും പിന്നെ ബ്ലാക്ക് ഐസ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. സോ യൂഷ്വലി ബൈക്കേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡ് ട്രിപ്പ് കാറാണെങ്കിലും റോഡ് ട്രിപ്പ് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സമയമാണ്. അതായത് മെയ് മിഡ് തൊട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ വരും തോന്നും. അത് കഴിഞ്ഞ് മഴയായിരിക്കും. മഴ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒക്ടോബർ തൊട്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും. വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ മൗണ്ടൻ പാസ് ഉണ്ട്, അതിൽ പലതും ക്ലോസ്ഡ് ആയിരിക്കാം. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എക്സാക്ട്ലി അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ആണെങ്കിലും മഴയൊക്കെ വന്ന് അങ്ങനെ. പക്ഷേ ജനറലി ഇതാണ് ഒരു ടൈം ലൈൻ. പിന്നെ നമ്മൾ കണ്ടുവച്ചൊരു കാര്യം, ലാസ്റ്റ് ടൈം നമ്മൾ മെയിലാണ് വന്നിരുന്നത്. മിഡൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാ മൗണ്ടൻ പാസ് ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഈ കൊല്ലം നമ്മൾ മനസ്സിലാക്കി വെച്ച് ജൂൺ പകുതിയൊക്കെ ആയപ്പോഴാണ് എല്ലാം ഓപ്പൺ ആയത്. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ജനറലി ഇതാണ് ടൈം ലൈൻ. ഒരു മെയ് മിഡ് അല്ലെങ്കിൽ ഒരു ജൂൺ, ഒരു കുറച്ച് ബഫർ വെച്ച് ജൂൺ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഐഡിയ ആയിരിക്കും. ജൂൺ തൊട്ടൊരു ജൂലൈ എൻഡ് അല്ലെങ്കിൽ ഒക്ടോബറിന് മുമ്പായിട്ട്. പിന്നെ മഴയാണെങ്കിലും എന്താ പറയുക, കുറേ വാട്ടർ ക്രോസിങ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വാട്ടർ ക്രോസിങ്സ് മാത്രമല്ല, കുറേ അത്യാവശ്യം നല്ല എന്താ പറയുക കുറേ വെള്ളം കാണും. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ കുറച്ച് ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ് ആ ടൈമിൽ. അതെ, ലാൻഡ് സ്ലൈഡ് പ്രോൺ ബെറ്റർ സേഫ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സമയമാണ് ഐഡിയൽ യൂഷ്വലി. കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉള്ള പോസിബിൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വഴികൾ എന്തെങ്കിലും വേറെ? കേരളത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒബ്വിയസ്ലി അത്രയധികം ഇപ്പോൾ ജോലിപരമായി BU അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ചെയ്യുന്ന കാര്യം അവിടെ നിന്ന് തന്നെ ഓടിച്ചു വരിക എന്നുള്ളതാണ്. പക്ഷെ അത് എന്തായാലും ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് അത് പറ്റുന്നതായിരിക്കില്ല. കാരണം വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചെയ്തതും അത് തന്നെയാണ്. നമ്മൾ സ്വന്തം വണ്ടി തന്നെ വരണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ഗുഡ്സായിട്ട് അയക്കാനും പറ്റും, കേജ് പോലെ. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഞങ്ങൾ ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ 12K അടുത്തായിരുന്നു ബാംഗ്ലൂരിലേക്ക് ഡൽഹിയിൽ നിന്ന്. അതല്ലാതെ ഇപ്പോൾ ട്രെയിനിന് വരുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ചണ്ഡീഗഡ് വരെ ഏകദേശം ഒരു 5K അടുത്താണ് നമുക്ക് ഇൻക്ലൂഡിങ് പാക്കിംഗ് ആയത്. ആൻഡ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വണ്ടി കിട്ടിയിരിക്കുന്നത്. വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല. നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ അവർക്ക് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് പാക്കിംഗ് ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പാക്കിംഗ് തന്നെ ഓപ്റ്റ് ചെയ്യുക. പിന്നെന്താ, പിന്നെ അത് തന്നെ, പിന്നെ അവരുടെ കോൺടാക്ട്സ് ഒക്കെ ചോദിച്ചു വെക്കുക. പിന്നെ ചണ്ഡീഗറും നോക്കി പറഞ്ഞാൽ അത്യാവശ്യം നല്ല അനുഭവമായിരുന്നു. അവിടെ വണ്ടികളൊക്കെ യൂഷ്വലി നമ്മൾ കണ്ടുള്ളത് സ്റ്റേഷനിൽ തന്നെ പുറത്ത് വയ്ക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം അവർ അകത്തെടുത്ത് വെച്ചിരുന്നു ഒരു റൂമിൽ. സോ അതൊക്കെ വളരെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ആൻഡ് നമുക്കൊരു എന്താ പറയുക, ഇനിയാണെങ്കിലും പിന്നീട് കൊണ്ടുവരാനുമുള്ളൊരു അഷ്വറൻസ് ആണ് ആക്ച്വലി. സോ ഒബ്വിയസ്ലി അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ഐ വുഡ് സേ. കാരണം ഓടിച്ചു വരികയെന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. മാത്രമല്ല എക്സ്പെൻസും ഒത്തിരി ഉണ്ട്. ഇതാകുമ്പോൾ ഒരു 5,000 rupees നമുക്ക് ആ ട്രെയിനിൽ തന്നെ, ലാസ്റ്റ് ഞങ്ങൾ ആ ട്രെയിനിൽ തന്നെ കൂടെ വരികയായിരുന്നു. അതിനൊരു 2,500 ഒക്കെ ആയി AC-ക്ക്. ഇനി അതല്ല ഫ്ലൈറ്റിന് വരെങ്കിൽ അങ്ങനെ വരെ. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനാണ് വന്നത്. സോ ഇങ്ങനെ ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഈ എൻറ്റയർ സർക്യൂട്ട് മാക്സിമം ഒരു ലെറ്റ്സ് 15 to 20 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് തന്നെ. ഇനി അതല്ല നിങ്ങൾക്ക് ഡേറ്റ്സ് കുറവാണെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ സ്വന്തം വണ്ടിയിൽ നമ്മൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സ്വന്തം വണ്ടിയിൽ വരിക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ളൊരു ഓപ്ഷൻ? വേറെ റെൻ്റ് എടുക്കുക അങ്ങനെ
അല്ല, സ്വന്തം വണ്ടി വരാൻ മാത്രമല്ല, നമുക്ക് റെൻ്റ് എടുക്കാൻ പറ്റും വണ്ടി ഓബ്വിയസ്ലി. അതിന് ഓക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ആൾക്കാർ ചെയ്യാറുള്ളത് ചാണ്ഡീഗറിൽ നിന്ന് റെൻ്റ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് റെൻ്റ് എടുക്കാറുണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലഡാക്കിലെ ഒരു റൂളുണ്ട്, അവരുടെ തന്നെ റെൻ്റൽ ഓർഗനൈസേഷൻ റൂളാണ്. അതായത് നമ്മൾ വേറൊരു സ്റ്റേറ്റിൻ്റെ വണ്ടി ടാക്സി ആണെങ്കിൽ, സ്വന്തം ഓണ്ട് വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ടാക്സി ആണെന്നുണ്ടെങ്കിൽ, റെൻ്റഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ ലഡാക്കിൻ്റെ ഏരിയയിൽ, അതായത് ബോർഡറിൻ്റെ ഒക്കെ കയറ്റില്ല. അപ്പോൾ അത് ഓൾറെഡി ഒരു അപ്രൂവ്ഡ് റൂളാണ്, എന്നാൽ അവർ സമ്മതിക്കില്ല. സോ അപ്പം അങ്ങനെ വരുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അവർ വുഡ് ബി ഫോഴ്സ് ടു ഡ്രോപ്പ് ദർ ബൈക്ക് അറ്റ് ലഡാക്ക്, ആൻഡ് ദെൻ ലഡാക്കിൻ്റെ ഒരു അംഗീകൃതമുള്ള അവരുടെ യൂണിയൻ്റെ അകത്തുള്ള ഏതൊരു റെൻ്റൽസ് നിന്ന് വണ്ടി വേറെ എടുത്ത് അവർ ബാക്കി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ തിരിച്ച് അവർക്ക് എവിടെയാണോ, ശ്രീനഗർ വഴിയാണോ അല്ലെങ്കിൽ എങ്ങനെയാണല്ലോ വരുന്നതെന്ന് വെച്ചാൽ അവർ വീണ്ടും വരേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ലഡാക്കിൽ സ്റ്റേ ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് എൻ്റെ വണ്ടിയുടെ റെൻറ്റ് കൊടുക്കേണ്ടി വരും, വെച്ചാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു ചാണ്ഡീഗറിലെ റേറ്റ് എക്സാക്ട്ലി എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് എടുത്തിരുന്നു റെൻറ്റ്. അപ്പോൾ അതിന് ഇപ്പോൾ ഇപ്രാവശ്യമാണ് നമ്മൾ എടുക്കുന്നുണ്ട് 1300 രൂപ ആ റേഞ്ചിലൊക്കെയാണ് നമുക്കൊരു അത്യാവശ്യം നല്ല ഹിമാലയൻ പോലത്തെ വണ്ടികളൊക്കെ കിട്ടുന്നത് ഒരു ദിവസം. അവർ തന്ന ലിസ്റ്റിൻ്റെ അകത്ത് ആക്ച്വലി 2600, 2400 എന്ന് പറഞ്ഞ 3 ക്ലാസ് ഉണ്ടായിരുന്നു. ബട്ട് അവരോട് ഡയറക്റ്റ് വിളിച്ച് കുറച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറഞ്ഞ റേറ്റിൽ നമുക്ക്, എനിക്കൊന്ന് നമ്മൾ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അത് തന്നെ ഓർക്കുക, വളരെ നമ്മൾ റെൻ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് എസ്പെഷ്യലി ഈ സീസൺ ടൈം ആകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. ഈവൻ ദോ കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ബെറ്റർ റേറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതൊരു ഫാക്ടറാണ്. പിന്നെ അപ്പം ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ ലേയിലേക്ക് ഫ്ലൈ ചെയ്ത് വരാനുള്ള ഓപ്ഷനുണ്ട്, നേരത്തെ പറയാൻ പറ്റുപോയി, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് റേറ്റ്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, കുറച്ച് ഹൈ ആയിരിക്കും. കാരണം എസ്പെഷ്യലി സീസൺ ടൈമിൽ അതും കുറച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല, എന്നാലും ഒരു ഓഫ് സീസണിൻ്റെ അത്രയും അതിനൊക്കെ കൂടുതൽ റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കേസിലെടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഏകദേശം 36 ഒക്കെ ആയി അപ്പ് ആൻഡ് ഡൗൺ. 18K അടുത്ത് വരുന്നുണ്ട്, 18K 19K അടുത്ത് വരുന്നുണ്ട്. സോ അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ആക്ച്വലി നോർമൽ റേറ്റ്സ് ഒക്കെ ഒരു 15 അല്ലെങ്കിൽ ഒരു 14 റേഞ്ചൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു 10,000 rupees എക്സ്ട്രാ വരുന്നുണ്ട് സീസൺ ടൈം ആയതുകൊണ്ടും. നമ്മൾ കുറച്ച് ലേറ്റ് ഒരു മെയ് മിഡ് ഒക്കെ ആയപ്പോഴാണ് ബുക്ക് ചെയ്തത്. ഇപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജൂൺ 15 ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ സീസൺ ടൈമിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും വളരെ നേരത്തെ ബുക്ക് ചെയ്യുക. കാരണം നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് വളരെ കുറവാണ്. മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെയാണ് ഫ്ലൈറ്റ്സ് ഉള്ളത്, കണക്ഷൻ ഫ്ലൈറ്റ്സ്. ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. മുംബൈയിൽ നിന്ന് ഡൽഹിയിൽ നിന്നുണ്ട്, പക്ഷെ അല്ലാതെ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ സ്വിച്ച് ചെയ്ത് വരുമ്പോൾ എന്താ പറയുക, എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾക്കിപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ്, അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം കവർ ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി അതാണ് നല്ലൊരു ചോയ്സ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ഇവിടെ ചാണ്ഡീഗറിൽ നിന്ന് റെൻ്റ് എടുത്ത് പിന്നെ വേറൊരു വണ്ടി റെൻ്റ് എടുക്കുന്ന ഓപ്ഷനും കളയാം. അതിന് പകരം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി എടുത്ത് എത്ര ദിവസമാണെന്ന് വെച്ചാൽ എടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. സോ സ്വന്തം വണ്ടി അല്ലെങ്കിലുള്ള ഓപ്ഷൻ ഇതാണ്. ഇപ്പോൾ വൈറ്റ് പ്ലേറ്റ് വണ്ടികളാണ് നമുക്ക് റെൻറ്റിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമുണ്ട്. വൈറ്റ് പ്ലേറ്റഡ് വണ്ടികളാണെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എഗെയിൻ. പക്ഷേ അതിലും ഒരു റിസ്ക് ഉണ്ട്. അവരിതെങ്ങനെയും കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ചാണ്ഡീഗറിൽ ഒരാളെ സമീപിച്ചിരുന്നു. അയാൾ, അതായത് അവർ ഒഫീഷ്യലായിട്ട് പറയുന്നത് അങ്ങനെ ഒരാൾ നമുക്കൊരു NOC പോലെ എഴുതി തരണം. അതായത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് ആണ് ഈ വണ്ടി കൊണ്ടുപോകുന്നത്, പ്രൈവറ്റ് യൂസിന് വേണ്ടിയാണെന്നുള്ളൊരു NOC ആ വണ്ടിയുടെ RC ഓണർ എഴുതി തരികയാണെങ്കിൽ കുഴപ്പമില്ലാതാണ് പറയപ്പെടുന്നത്. എഗെയിൻ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ വരുന്നതാണ്, ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ടാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല, അല്ല നോട്ടീസ് ആവില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് കുറേ പ്രൈവറ്റ് വണ്ടികൾ പോകുന്നത് ചാണ്ഡീഗറിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ പോകുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോഴാണ് ചെക്കിങ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ RC ഓണറും വണ്ടി ഓടിക്കുന്ന ആളും സെയിം അല്ല എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞത് NOC ഇല്ല എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ബീങ് സെഡ് ദാറ്റ് ഈവൻ നമ്മുടെ നാട്ടിൽ നിന്നാണ് വണ്ടി കൊണ്ടുവരുന്നെങ്കിലും വണ്ടി നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫാദറിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഒരു NOC എഴുതി മേടിച്ച് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. അതിപ്പം വേറെ കാര്യമുള്ളത്, നമ്മൾ റെയിൽവേ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം വരും. എന്തായാലും റെയിൽവേ നമ്മൾ RC ഓണർ അല്ല വണ്ടി കയറ്റി അയക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഒരു NOC ചോദിക്കും. അവരുടെ തന്നെ ഒരു ഫോമുണ്ട്, ഫോമിൻ്റെ ആ ഫോം പിക്ക് ചെയ്ത് നമ്മൾ കൊടുക്കണം. അതിൽ ഒപ്പം ഇട്ട് വാങ്ങിക്കണം ആക്ച്വലി. ഒപ്പം അവരെത്ര കാര്യമായിട്ട് നോക്കില്ല, പക്ഷെ എന്നാലും അത് റെക്കമെൻഡ് അല്ല. കാരണം അങ്ങനെ ലീഗലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയല്ല. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ വണ്ടികൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ചീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ. കേരളത്തിലെ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അത് റെൻറ്റിന് കൊടുക്കാനായിരിക്കില്ല. മെയിൻലി ചണ്ഡീഗർ, ഡൽഹി ആ ഒരു അല്ലെങ്കിൽ HP ഈ ഒരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് ഇങ്ങനെയുള്ള വണ്ടികളാണ് അവർ കൂടുതൽ പറഞ്ഞ പോലെ നമ്മൾ റെൻറ്റിന് എടുത്തിട്ട്, പക്ഷേ പ്രൈവറ്റ് വണ്ടി ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് വൈറ്റ് ആയിരിക്കും എന്നുള്ള രീതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേയിൽ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ആക്ച്വലി നമ്മളൊരു ബ്ലോഗും
ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡീറ്റെയിലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ആ വീഡിയോ കാണാം. അതല്ലാതെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് ട്രെയിനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ട്രെയിനിൽ ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം അന്വേഷിക്കാം. കാരണം എല്ലാ ട്രെയിൻസിലും ലഗേജ് ബോഗി ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വേറെ ഗുഡ്സോ അല്ലെങ്കിൽ ബൈക്ക് വണ്ടികൾക്ക് വേണ്ടി ആയിരിക്കില്ല. അപ്പോൾ ഏത് ട്രെയിനാണോ നമ്മൾ കയറ്റിവിടാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രെയിനിൽ ലഗേജ് ബോഗി ഉണ്ടോയെന്നും ബൈക്ക് കയറ്റിവിടാൻ പറ്റുമോ എന്നുള്ളതും അന്വേഷിക്കുക ആദ്യം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് എത്ര വെയിറ്റിംഗ്, നമ്മളിപ്പോൾ വണ്ടി കൊടുത്താൽ ഉടനെ തന്നെ ഒരു അടുത്ത നെക്സ്റ്റ് ട്രെയിനിൽ കയറ്റി വിടണമെന്ന് ഒരു നിർബന്ധമില്ല. ഓൾറെഡി കുറേയധികം എന്താ പറയുക, കുറേ വണ്ടികൾ ഓൾറെഡി ഉണ്ടാവും. എസ്പെഷ്യലി സീസൺ ടൈമിലൊക്കെ ഇപ്പോൾ നമ്മൾ യശ്വന്ത്പൂരിലും കണ്ടതാണ്, ഏകദേശം ഒരു 5-6 വണ്ടികൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം മാക്സിമം ഒരു 3-4 വണ്ടികളൊക്കെ ഡിപ്പെൻസ് ഓൺ എത്ര വലുതാണ് അവർക്ക് ലഗേജ് ബോഗി, അതനുസരിച്ച് അവർ എത്ര വണ്ടികൾ. ഇപ്പം ഫസ്റ്റ് ഇത് നമുക്കൊരു 5 വണ്ടിയൊക്കെ കയറി പോകുന്നു തോന്നായിരുന്നു. പക്ഷേ എല്ലാ ട്രെയിനും ഓരോ പോലെയാണ്. അവർ ചിലപ്പോൾ ഗുഡ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിലിറ്ററിയുടെ ആവശ്യത്തിന് വേണ്ടിയോ അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് അവർ സ്പേസ് റിസർവ് ചെയ്ത് വെക്കും. അപ്പോൾ യൂഷ്വലി വണ്ടികൾക്കുള്ള സ്പേസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ പോയി ചെക്ക് ചെയ്യുക, എത്ര ദിവസം ഡിലേ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ചെയ്യുക. പിന്നെ സേഫർ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ എന്നാണോ വണ്ടി കയറ്റിവിടാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു 3-4 ട്രെയിൻ എന്തെങ്കിലും ബഫറായിട്ട് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ് വരുന്നത്, ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ ചണ്ഡീഗഡിലോ ഡൽഹിയിലോ എത്തിക്കഴിഞ്ഞ ശേഷം വണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പ്ലാൻ കംപ്ലീറ്റ്ലി പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും വണ്ടി നേരത്തെ തന്നെ ഒരു 2-3 വണ്ടി, 2 വണ്ടിയെങ്കിലും റെക്കമെൻഡഡ് ആണ് നേരത്തെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിനേക്കാൾ ഒരു 2-3 ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. ഇപ്പം എക്സാമ്പിൾ നമ്മുടെ കേസിൽ വെനസ്ഡേയും സാറ്റർഡേ ആയിരുന്നു യശ്വന്ത്പൂരിൽ ചണ്ഡീഗഡിലുണ്ടായിരുന്നത്. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളൊരു 1 വീക്ക് ബിഫോർ ഒരു വെനസ്ഡേ ട്യൂസ്ഡേ നമ്മളോട് കൊടുത്തു. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് വെനസ്ഡേ കയറി പോവുക, അല്ലെങ്കിൽ ആ സാറ്റർഡേ കയറി പോവുക, അല്ലെങ്കിൽ അടുത്ത വെനസ്ഡേ കയറി പോവുക. നമ്മൾ ഫ്രൈഡേ ആണ് എത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭാഗ്യത്തിന് സാറ്റർഡേ തന്നെ കയറി വന്നു. പിന്നെ അങ്ങനെ നേരത്തെ കയറി വരികയാണെങ്കിൽ ഒരു കാര്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 6 മണിക്കൂർ മാത്രമേ നമുക്ക് വണ്ടി ഫ്രീ ആയിട്ട് സ്റ്റേഷനിൽ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ലഗേജ് റിസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ എമൗണ്ട്, അത് ഈ ഒന്ന് 250 രൂപ പെർ ഡേ ആണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി അതിനെക്കുറിച്ചൊരു ഓരോ സ്റ്റേഷനും ഓരോ പോലെയാണെന്ന് തോന്നുന്നു. 250 രൂപ അവർലി ബേസ്ഡ് ആണെന്ന് ചിലർ പറയുന്നു. പക്ഷേ നമുക്കിപ്പോൾ ആയത് 3 ദിവസം, നമ്മൾ 3 ദിവസവും ഒരു 8-9 മണിക്കൂറുമാണ് നമ്മളിപ്പോൾ വെച്ചിരുന്നത്. അതിന് ഏകദേശം 725 രൂപയാണ് നമുക്കായത്. അപ്പോൾ ആക്ച്വലി 250 രൂപ പോലും ആയിട്ടില്ല. അപ്പോൾ എക്സാക്ട് എമൗണ്ട് എനിക്കറിയില്ല, എന്നാലും ഏകദേശം ആ ഒരു റേഞ്ച്, ഒരു 250 രൂപ പെർ ഡേ എന്നുള്ള രീതിയിൽ വരും. പക്ഷേ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നമ്മൾ 750 രൂപ എന്ന് പറയുന്നത് നമുക്കൊരു, നമ്മൾ ഫ്ലൈറ്റൊക്കെ പിടിച്ചാൽ വരുന്നതെങ്കിൽ അതൊരു വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കാം കമ്പാരിറ്റീവ്ലി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നേരത്തെ വന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ വന്നതിന് ശേഷമാണ് വണ്ടി വരുന്നതെങ്കിൽ നമ്മുടെ പ്ലാൻ കംപ്ലീറ്റ്ലി നമ്മളൊന്ന് അയച്ച് പണിയേണ്ടി വരും. നമ്മൾ സ്റ്റേ ഒക്കെ അയച്ചിട്ട് ബുക്ക് ചെയ്ത് വേണം. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ റെക്കമെൻഡ് തീർച്ചയായിട്ടും ഒരു 2-3 ദിവസം നേരത്തെ, 2-3 ദിവസമല്ല 2-3 ട്രെയിൻസ് നേരത്തെ തന്നെ വണ്ടി സ്റ്റേഷനിൽ കൊണ്ട് വെക്കുക. പിന്നെ പ്രൊസീജിയറിൻ്റെ കാര്യം പറയുമ്പോൾ, ആദ്യം തന്നെ വണ്ടി കൊണ്ട് വെക്കുക, അവർ പെട്രോൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. ആൻഡ് അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് സ്റ്റേഷൻ്റെ ആ പാർസൽ ഓഫീസിലെ ഓഫീസർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി കയറ്റാൻ സമ്മതിക്കുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് പാക്കിങ് ചെയ്യാനും പറ്റും. സോ ഇതാണ് സംഭവം. പാക്കിങ്ങിന് ഏകദേശം ഒരു 500 to 1000 റുപ്പീസാണ് റേഞ്ച് വരാറ്. ഓരോ ലെവൽ ഓഫ് പാക്കിംഗ് ഉണ്ടാവും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല പാക്കിംഗ് തന്നെ, എസ്പെഷ്യലി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ. കാരണം വണ്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ സൗകര്യാർത്ഥം എന്താ വെച്ച് ചെയ്യാം. എന്നാലും പാക്കിങ്ങിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ അവർ 1-2 ലെയർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് പ്രോപ്പർ. ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ RC ഓണർ നമ്മൾ തന്നെ ആയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് NOC സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എന്താ പറയുക, RCയുടെ കോപ്പിയും ആധാറിൻ്റെ, അതായത് RC ഓണറിൻ്റെ ആധാർ കോപ്പിയും സബ്മിറ്റ് ചെയ്യണം. അതെ, ഇതിന് ശേഷം ഞാൻ പറഞ്ഞൊരു ഓഫീസർ ചെക്ക് ചെയ്യും. അതിനുശേഷം അവിടെ നമ്മളൊരു എമൗണ്ട് അടയ്ക്കണം. നമുക്കിപ്പോൾ ഏകദേശം അത് വണ്ടിയുടെ CC അനുസരിച്ചാണ്. ലെസ് ദൻ 200 ആയി 200 വരെ ഒരു ലെസ് ദൻ 300 ഒരു പർട്ടിക്കുലർ എമൗണ്ടും, 300 മുകളിലാണെങ്കിൽ 300 CCയുടെ മുകളിലാണെങ്കിൽ വേറൊരു എമൗണ്ടുമാണ് വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ അടയ്ക്കുക, നമുക്ക് റെസീറ്റ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ഇത് എല്ലാ ട്രെയിനിലും എല്ലാ സ്റ്റേഷനിലും വരുന്നതല്ല, ആക്ച്വലി വരണം എന്നാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഈ കേസ് ഇപ്രാവശ്യം വന്നിരുന്നു. അതായത് നമ്മളിങ്ങനെ ഒരു ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് വന്നിരുന്നു. അതിനുശേഷം നമ്മൾ വണ്ടി കയറ്റിയപ്പോഴും ഇതുപോലെ തന്നെ ലോഡഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ട്രെയിനിൽ ചണ്ഡീഗഡിൽ എത്തിയപ്പോഴും ട്രെയിൻ ചണ്ഡീഗഡിൽ എത്തിയപ്പോൾ വണ്ടി അൺലോഡ് ചെയ്തെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. സോ വളരെ പ്രോംപ്റ്റായിട്ട് തന്നെ ഈ പ്രാവശ്യം മെസ്സേജ് വന്നു, വിത്തിൻ ഹാഫ് ആൻ അവർ വന്നു. നമ്മൾ വണ്ടി കയറ്റി വിടുന്നതിനെ പറ്റി എല്ലാം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഇനി അവിടുത്തെ ടെറൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഴാനും അങ്ങനെയുള്ള എല്ലാം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ ഗിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത്? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതെ പറഞ്ഞത് അൺഫോർച്യൂൺ സർക്കംസ്റ്റാൻസിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഇവിടെ
അങ്ങനെ സംഭവിക്കാനുള്ള പ്രോബിലിറ്റി കുറച്ച് കൂടുതലാണ് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും. ആൻഡ് ഇൻ ജനറൽ നമ്മുടെ ജീവനാണ് അൾട്ടിമേറ്റ്ലി വിലയുള്ളത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഗിയറപ്പ് ആയിരിക്കുന്നത് വളരെ നല്ലതാണ്. ബേസിക് ഗിയർ എന്ന് പറയാനായിട്ട് ഒബ്വിയസ്ലി റൈഡിങ് ജാക്കറ്റ് മസ്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ വീഴുമ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ സമയം റിക്കവറി ആവാൻ ചാൻസ് ഉള്ളത് പറഞ്ഞ പോലെ ചെസ്റ്റ്, ഷോൾഡർ, ബാക്ക്, അതുപോലെ തന്നെ കൈ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സോ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ജാക്കറ്റ് പറഞ്ഞ കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, വിവിധ റേഞ്ചിലുള്ളതുണ്ട്. നമ്മുടെ റേഞ്ചിനും സൗകര്യത്തിനൊക്കെ അനുസരിച്ച് ഒരെണ്ണം തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഇനി അല്ലെങ്കിൽ നമുക്ക് റെൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ അങ്ങനെ റെൻ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. കേരളത്തിൽ കൊച്ചിയിലുണ്ടാവണം തോന്നും, വേറെ ഉണ്ടോ എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ചെയ്യുക. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ചെയ്യാം. അപ്പോൾ റൈഡിങ് ജാക്കറ്റ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഗ്ലൗസ്, നല്ലൊരു ഗ്ലൗസ്. അത് ഗ്ലൗസിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി കുറച്ച് ചൂടായിരിക്കും, പക്ഷേ മുകളിലേക്ക് കയറും തോറും തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഡാക്ക് മാത്രമാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തണുപ്പ് താങ്ങാൻ പറ്റുന്ന ഒരു ഗ്ലൗസ്, അല്ലെങ്കിൽ അതിന് വേറെ ഓപ്ഷനായിട്ട് ചെയ്യാമെന്ന് നമുക്ക് വേറൊരു ഇന്നർ ഒരു ലെയർ പോലെ ഇടാം, അതിൻ്റെ മുകളിൽ വേറെ ഇടാം. ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും. മറ്റേ ഡെക്കത്തിലുണ്ടെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള നമ്മൾ തണുപ്പിലൊക്കെ ഇടുന്ന ഗ്ലൗസ് ഒക്കെ ഇടാം. ഒബ്വിയസ്ലി അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ വൈസ് കുറച്ച് കുറവായിരിക്കും, പാഡിങ് മറ്റു കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, പക്ഷേ തണുപ്പിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും കിട്ടും. സോ തീർച്ചയായിട്ടും പറഞ്ഞോളൂ, നമ്മുടെ ബഡ്ജറ്റും മറ്റ്, കാരണം ലഡാക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റിന് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, നമുക്ക് വേറെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ചിലവുകളുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നമ്മളാണെങ്കിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും വിൻ്ററിന് പറ്റിയൊരു ഗ്ലൗസ് തന്നെ കൊണ്ടുവരിക. ഇവിടെ ത്രൂ ഔട്ട് ദി ഇയർ തന്നെ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി നമ്മളൊരു സൺസെറ്റിന് ശേഷം ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവപ്പെടുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ബാരലാച്ച പാസ് നമ്മളൊരു 5:30 ശേഷമാണ് കവർ ചെയ്തത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലിറ്ററലി. നമ്മൾ പിന്നെ ഡെക്കത്തിലോണ്ട് തന്നെ വേറൊരു പ്രൊഡക്റ്റ് ഉള്ളത്, മറ്റൊരു സാഷെ പോലത്തെ ഒരു പേര് ഞാൻ മറന്നു എക്സാക്ട്ലി. അപ്പോൾ അത് എയറുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ചൂട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഗ്ലൗസിൻ്റെ അടുത്ത് ഇൻസേർട്ട് ചെയ്യാം, ഈവൻ കാലിലും ഇൻസേർട്ട് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ആണുള്ളത്. അതൊരു പരിധി വരെ നമ്മളെ സഹായിക്കുമെന്നല്ലാതെ തീർച്ചയായിട്ടും ഒരു 30 മിനിറ്റ്സിന് മുകളിൽ അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. സോ അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും നല്ലൊരു ഗ്ലൗസ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്താ പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ വിൻ്റർ ഗ്ലൗസ് പോലെ ഗ്ലൗസും ഉപയോഗിക്കാം. ഇതിനാണ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ബാക്കിയുള്ള റൈഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈഡിങ് പാൻസ് ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റെൻ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. ഇനി അത് ഒരു പരിധി വരെ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നീ ഗാർഡ്സ് കിറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. റൈനോക്സും അതുപോലെ മറ്റ് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷനാണ്, കുറച്ചുകൂടെ ലെസർ എക്സ്പെൻസീവ് ആയിരിക്കും. നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും നാട്ടിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഒബ്വിയസ്ലി റെക്കമെൻഡ് തീർച്ചയായിട്ടും റൈഡിങ് പാൻസ് തന്നെയാണ്. ഹെൽമെറ്റ്സും ഒബ്വിയസ്ലി നമ്മൾ അത് ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബാരക്ലാവ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. കാരണം ഇവിടെ വെയിലാണെങ്കിലും ഭയങ്കര എന്താ പറയുക, നമുക്കൊരു സൺബേൺ ഒക്കെ അടിക്കുന്ന ടൈപ്പ് വെയിലാണ്. അതുകൊണ്ട് തന്നെ സൺഗ്ലാസും അതുപോലെ ബാരക്ലാവയും ഉപയോഗിച്ച് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് മാത്രമല്ല ബാരക്ലാവ ഉപയോഗിക്കുന്നപ്പോൾ നമുക്ക് എന്താ പറയുക, ഹെൽമെറ്റിൻ്റെ ആ ഒരു ഒത്തിരി നേരം വെച്ച് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല, ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. സോ പിന്നെ ബൂട്ട് നമുക്ക് ഈ റൂട്ടിൽ അത്യാവശ്യം വാട്ടർ ക്രോസിങ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ലാത്തതും ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബൂട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു അത്യാവശ്യം എന്താ പറയുക, ഒരു അത്യാവശ്യം വാട്ടർ പ്രൂഫിംഗ് ഉള്ള ഒരു ലേസിൻ്റെ ലെവൽ വരെങ്കിലും വാട്ടർ പ്രൂഫിംഗ് ഉള്ള ഷൂസ് ആണ് പ്രിഫേർഡ്. സോക്സ് ആണെങ്കിലും വിൻ്റർ സോക്സ് ധരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കഴിയുന്നതും ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈം രാവിലെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ആൻഡ് വൈകിട്ട് ഒരു 5-നുള്ളിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഈവൻ നമുക്കൊരു ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 6:45 എങ്ങാണ്ടായി. അപ്പോൾ ഇപ്പോഴും ലൈറ്റ് ഉണ്ട് ആക്ച്വലി, പക്ഷേ എന്നാലും തണുപ്പ് ഇപ്പോൾ വയ്യ കയറി വരുന്നുണ്ട്. സോ ഈ ഒരു സമയം വരെയാണ് മാക്സിമം നമ്മൾ റൈഡ് ചെയ്യാൻ അഡ്വൈസബിൾ. കാരണം ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും മിസ് ചെയ്യാനും പാടില്ല. ഈ രാവിലെ ഒരു 7-നുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്, അതിന് മുകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ആൻഡ് ഈവനിങ് ഒരു 5:36-നുള്ളിൽ തന്നെ ടാർഗറ്റ് ചെയ്യാം നിർത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേയിൽ എത്തിച്ചാനായിട്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, വാട്ടർ ക്രോസിങ്ങിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും അതിരാവിലെ തന്നെ ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വാട്ടർ ക്രോസിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് മഞ്ഞ് മെൽറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതും ഒരു സോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റർ ഇൻ ദ ഡേ ഒരു നൂണൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ തോത് കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് അത് കവർ ചെയ്ത് പോകാനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ ചോട്ടാദാർ എന്ന് പറഞ്ഞ് നമ്മൾ സ്പിറ്റി വാലി പോയ സമയത്തൊക്കെ ശരിക്കും അത് അനുഭവിച്ചാണ്. നമുക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ നമ്മളൊരു 4:30 ആയപ്പോഴാണ് പാസ് ചെയ്തത്. അപ്പോൾ കുറേയധികം വണ്ടികൾ സ്റ്റക്ക് ആവുകയും നമ്മുടെ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്ന് നമ്മൾ അവസാനം വണ്ടി അവിടെ ഉപേക്ഷിച്ച് പാർക്ക് ചെയ്ത് നമ്മൾ ഒരു ടെമ്പോ ട്രാവലറിൽ കയറി ഒരു വണ്ടിയിൽ കയറി വരേണ്ടി വന്നു.
ആൻഡ് നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ രാവിലെ പോയി തിരിച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരമുണ്ട്. നമുക്കുള്ള റേഞ്ചോ അങ്ങനത്തെ ഒരുവിധ ഫെസിലിറ്റീസും ഇല്ല. ഇതിൻ്റെ വീഡിയോ നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാനലിലുണ്ട്. സോ ഒബ്വിയസ്ലി ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടു ചെക്കൗട്ട്. സോ അപ്പം ഇതാണ് ജനറൽ. ലൈക്ക് രാവിലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. എന്തുകൊണ്ടും നിങ്ങൾക്ക് സ്ഥലം കാണാനാണെങ്കിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാട്ടർ ക്രോസിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒബ്സ്റ്റക്കിൾസ് ഇത് തന്നെയല്ല, അതല്ലാതെ എന്ത് ഒബ്സ്റ്റക്കിൾസ് ആണ്, ഇപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക, അങ്ങനെ എന്തെങ്കിലും പഞ്ചർ ആവുക, അങ്ങനെ എന്ത് ഒബ്സ്റ്റക്കിൾസ് വന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം കാണും സോൾവ് ചെയ്യാനായിട്ട്. കാരണം ലേറ്റർ ഇൻ ദി ഈവനിങ് ഭയങ്കര തണുപ്പും മറ്റുമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും. ലഡാക്കിൻ്റെ ആക്ച്വലി വീഡിയോസ് ഓൾറെഡി ലാസ്റ്റ് ടൈം കവർ ചെയ്തത്, അതായത് നമ്മൾ ശ്രീനഗർ വഴി കാർഗിൽ, ലേ കഴിഞ്ഞ് നമ്മൾ നൂബ്ര വാലി പോയി കാർഗിലിലെ വഴി, അതിനുശേഷം നമ്മൾ പാങ്ങോങ്, ചുഷുള്, അതിനുശേഷം ഹാൻലെ, ഉംലിംഗ്ല എന്നിങ്ങനെ എല്ലാം കവർ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു വീഡിയോ, അതിൻ്റെ ഒരു വീഡിയോ സീരീസ് തന്നെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം തന്നെ കാര്യം കുറേ അധികം ആൾക്കാർക്ക് ലഡാക്ക് അല്ലെങ്കിൽ ലേ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും സാധ്യമല്ലാത്തൊരു കാര്യം എന്നുള്ളതാണ് അവരുടെ ജനറൽ ഫീലിംഗ്. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മുടെ രണ്ട് അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണെങ്കിലും വേറെ ആൾക്കാർ പോകുന്നത് കണ്ടിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ആഗ്രഹവും അതിനുള്ള ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ലീവും ബേസിക് ഒരു ബഡ്ജറ്റും ഒക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു റൂട്ടാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടെങ്കിൽ നല്ലത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ലഡാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതല്ലാതെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം. വിൽ ബി മോസ്റ്റ് ഹാപ്പി ടു ഹെൽപ്പ്. താങ്ക് യു. സോ താങ്ക് യു ഓൾ. അവിടെ